തീർക്കുന്നു ഞാൻ കാവ്യം ആഴി തീരത്തിനായി മൂളുന്നു താരാട്ടുകൾ മിന്നൽ മണിനൂപുരം ചാർത്തുന്നു കാൽ തളിരിൽ ആശാ നിരാശകൾ ആടും അരങ്ങിത് പാടുവാനെഴുതുമിവൾ പുതിയ ഗാഥകൾ പാരിനായി രാപാടി തൻ പാട്ടിൻ കല്ലോലിനി രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി രാപാടി തൻ പാട്ടിൻ കല്ലോലിനി അരെ വാ 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 സ്നേഹ ചേച്ചി എന്റെ മോനെ ജഡ്ജസ് ഇതുവരെ ശരിയാണോ? ഇതുവരെ ശരിയാണല്ലേ? സൂപ്പർ. പറയ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു റൗണ്ട്? ഇത് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ ഓർക്കസ്ട്ര പ്രാക്ടീസിലൊന്നും കിട്ടിയില്ല. അല്ല, അതാ ഒരു ദൈവാധീനം എന്ന് പറയുന്നത് അതാണ്. റിഹേഴ്സലിന് കിട്ടാത്തവർക്ക് ചിലപ്പോ ഇവിടെ ആയിരിക്കും കറക്റ്റ് കിട്ടുക. സൂപ്പർ. ചോദിക്കാം നമുക്ക് MG സർ. ബ്യൂട്ടിഫുൾ റൗണ്ട്.
അതെ നല്ല രസമുണ്ട്. അതെ അല്ല തമാശ പറഞ്ഞല്ല. Funny round, കാരണം എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടു. ടെൻഷനുണ്ട്, കേൾക്കാൻ ഇമ്പമുണ്ട്, അതെ ഒരു പുതുപുത്തൻ ഒരു ആശയം, ഇതെല്ലാം കൊണ്ടും അതിഗംഭീരം, അതിമധുരം. മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ മോള് ശൂന്യതയിൽ പാടുമ്പോൾ ഞങ്ങൾക്ക് ചെവിയിൽ ക്ലിക്ക് കേൾക്കാം. അപ്പൊ മോള് കറക്റ്റാണോ ഗതി പോണ ഞങ്ങൾക്കാണ് കൂടുതൽ ടെൻഷൻ. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. കുട്ടി കറക്റ്റ് കുഴിക്കകത്ത് തന്നെ വീണു. അതെ അവസാനം കൊണ്ട് ഒപ്പിച്ചു. നന്നായിരുന്നു. പിന്നെ അക്ഷരസ്ഫുടത കുറച്ച് നോക്കിക്കോണേ. ബട്ട് ടോട്ടലി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക്ക സ്നേഹ സർ. കാലയ്ക്ക് സ്നേഹ. താങ്ക് യു സർ. എനിക്ക് തുടക്കത്തിൽ മാത്രം കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ശരിക്കും ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ക്ലിക്ക് ഒരു വഴിക്ക് സിംഗർ വേറൊരു വഴിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇത് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പോയി, പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് തിരിച്ച് ട്രാക്കിലേക്ക് തന്നെ വന്നു. അടിപൊളിയായിരുന്നു അത്. താങ്ക് യു സർ. അത്രേ ഉള്ളൂ. That's it. All the best. താങ്ക് യു താങ്ക് യു ഷാനിക്ക. ശരത് സർ സ്നേഹ സർ. പൊളിച്ചു, ആ തകർത്തു. കാര്യം എടാ ഞങ്ങൾക്ക് ഈ ക്ലിക്ക് കേൾക്കാം, നമ്മുടെ ചെവിയിലുണ്ട്. നമ്മുടെ ഈ സ്നേഹം ഒന്ന് ഒരു സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഡ്രാഗ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനുള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. പിന്നെ അതിലൊരു കോമഡി നടന്നത്, ഇതൊന്ന് അറിഞ്ഞുകൂടാതെ ഒരു നിഷ്കളങ്കയായ ഒരാൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഞാൻ സുബിൻ മേത്ത ആണെന്ന് തോന്നിയിട്ട് ഫുള്ള് കണ്ടക്ടിങ് തുടങ്ങി. ഞാൻ പറഞ്ഞു നിർത്തിക്കോ പരിപാടി, റൗണ്ട് റൗണ്ട് വേറെയാണെന്ന് പറഞ്ഞ് നിർത്തിച്ച്. പക്ഷെ കൃത്യമായിട്ട് തുടങ്ങി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം ഈ ഒരു റൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിലും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു റൗണ്ട്. പക്ഷെ എന്തൊക്കെയാലും നല്ലതായിരുന്നു. നന്നായിട്ട് പാടുകയും ചെയ്തു. അത് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഹുക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് തുടങ്ങുക എന്നുള്ളതാണ്. അതെ വണ്ടർഫുൾ. താങ്ക് യു സർ. പ്രോഗ്രാം നടത്തിയ ചേച്ചി കണ്ടക്ടർ എന്റെ സ്നേഹക്കുട്ടി ഒരുപാട് സ്നേഹം അസലായി പാടി. താങ്ക് യു. സ്പെഷ്യലി ഈ പാട്ടിന്റെ ഒരു മെലഡി ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ബ്യൂട്ടിഫുൾ മാജിക് ഉണ്ട്. ഈ പാട്ടിന്റെ ആ മാജിക് നിലനിർത്തിക്കൊണ്ട് തന്നെ മോള് പാടി. മോള് ടെൻഷൻ അടിച്ചില്ല. ഉള്ളിലുണ്ടാവുമായിരിക്കും ടെൻഷൻ, ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ശരിക്കും അത് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അത് അതിൻ്റെതായ ആ ഒരു ബ്യൂട്ടിയോടുകൂടി പാടണം. അത് അസലായിട്ട് പാടി. മോളുടെ ശബ്ദം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് എസ്പെഷ്യലി ശ്യാം സാറിൻ്റെ ഈ പാട്ടുകളെല്ലാം തന്നെ ഇഷ്ടമാണ്. മോൾക്ക് പിന്നെ എന്താ ഭാഗ്യം, ശ്യാം സാറിന് നേരിട്ട് കണ്ട ആളല്ലേ, പാട്ടും പാടിയിട്ടുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? അപ്പം ഈ ഒരു പാട്ട്, ഈ ഒരു സെലക്ഷൻ ഒരു വലിയൊരു കയ്യടി. അതുപോലെ അസലായിട്ട് പാടി. ഈ പറഞ്ഞ നമ്മുടെ ഓർക്കസ്ട്ര ഞങ്ങളെല്ലാവരും ഇത് ശരിക്കും മുൾമുനയിൽ നിർത്തി ഞങ്ങളെല്ലാവരെയും. ഇവരും വെയിറ്റ് ചെയ്തിരിക്കുക, ഇതിപ്പോൾ കറക്റ്റായി വീഴോ, ഞങ്ങൾ തുടങ്ങണമല്ലോ എന്നുള്ളതിൽ. പക്ഷെ അതൊരു ബാങ് ഓൺ ആയിരുന്നു. സൂപ്പർ. ആ സമത്തിൽ അത് തുടങ്ങിയത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഓ ആ പഴയ പെട്ടി, മഞ്ചരി പെട്ടി, പുതിയ പെട്ടി, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. അപ്പൊ എന്തായാലും ഈ ഒരു ലയം റൗണ്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇത് കേട്ടപ്പോ നമ്മളെല്ലാരും പേടിച്ച പോലെ ഓർക്കസ്ട്രയും തീർച്ചയായിട്ടും പേടിച്ചിട്ടുണ്ടാവും. പാച്ചേട്ടാ, എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ആ ഒരു എക്സ്പ്രഷൻ? സതീഷ് ചേട്ടൻ ഈ റൗണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് നടക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. നടക്കത്തില്ല എന്ന്. കാരണം ചരണം വരുമ്പോൾ നമ്മൾ ക്ലിക്കിന്റെ കൂടെ പിടിക്കുന്നുണ്ട്. പക്ഷെ ആ വോയിസ് ഞങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലിക്ക് വിട്ട് വോയിസിന്റെ കൂടെ പോകും. അത് പിന്നെ കറക്റ്റ് ക്ലിക്ക് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സൗണ്ടിങ്ങിന്റെ ആൾക്കാർ അവരാ ചരണം മുതൽ ഞങ്ങൾ ഇന്നിയേഴ്സിൽ വോയിസ് അങ്ങ് മ്യൂട്ട് ചെയ്യും. സിംഗേഴ്സിനെക്കാളും ചാലഞ്ച് ഇവർക്കാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ടഫായിട്ടുള്ള പാട്ടുണ്ട് ഇനി അങ്ങോട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പാച്ചേട്ടാ. അപ്പൊ മാർക്സ് വെക്കാം. ഷാനിക്ക 9.1. ഓ സൂപ്പർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 9.2 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി സ്നേഹ 9.2 മാർക്ക്.
marks. MG sir. Yeah. Okay, so total 27.5. ഓ അത് സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി റൗണ്ട്സും തകർത്തോളാം. Super star.